സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയട്ടെ. അവർ വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്ന ജോലിയൊന്നും പുരുഷന്മാരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതൊന്നും ചെറുതായി കാണിക്കരുത്. അവർക്കതിന് ഒരുപാട് കൂലിയുണ്ട്. നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൂലിയാണ്. നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന കൂലി. ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന അങ്ങനെയാണ്. കുട്ടികളെ അവർക്ക് പാല് കൊടുക്കും, കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഭയങ്കര കൂലിയുള്ള വിഷയമല്ലേ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊന്നും നമ്മളെ പണിയല്ല എന്ന് പറഞ്ഞ് ചിന്താമത വിളിച്ചിറങ്ങില്ല പെണ്ണുങ്ങളെ. ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തിക്കണം, മുസ്ലിമിന് അത് പറ്റൂല. എന്തേ കാരണം എന്നറിയോ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബദ് തങ്ങളോട് പറഞ്ഞു, ഇബ്നു അബ്ബദേ, നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായിരുന്നു അവരെ ഞാനാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? താബീനോട് പറഞ്ഞു കൊടുക്കുക. ഇബ്നു അബ്ബദ് റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഞാനും ഫാത്തിമ ബീവിയും എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു തരിൻ. ഫാത്തിമ ബീവി ഇന്നഹാ ജറത് ബിർറഹാ ഹത്താ അത്ഥറത് ഫീ യദിഹാ. ഫാത്തിമ ബീവി ഗ്രൈൻഡർ പിടിച്ച് നടന്നിട്ട്, അന്ന് ആസുകല്ല് എന്നാണ് പറയാ, ആസുകല്ല് പിടിച്ച് നടന്നിട്ട് കൈകളിലൊക്കെ ബ്ലിസ്റ്റർ, കൈകളിലൊക്കെ മുറിവ് വന്നിട്ടുണ്ട്. എന്റെ ഭാര്യ രാജകീയമായ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്ന പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ മുറിവ്. വീട്ടുജോലി ചെയ്തിട്ട്, ജോലി ചെയ്തത് മോശമെന്ന് വിചാരിക്കരുത്. വീട്ടുജോലിക്കൊരു ഖാദിമിനാക്കാം, ഒരു സെർവന്റ് ആയിക്കോട്ടെ, ഒരു മെയ്ഡ് സെർവന്റ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഹദീസായത്. വകനസത്തിൽ ബൈത, വീട് അടിച്ചു വാരിയിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഹത്താ ഗബറത് സിയാബുഹാ, അവരുടെ പരിശുദ്ധമായ വസ്ത്രം പൊടി പിടിച്ചിട്ടുണ്ട് വീടടിച്ചു വാരിയിട്ട്. നമുക്കൊക്കെ അങ്ങനെ അടിച്ചുവാരി പൊടിയുള്ള വല്ല അവസ്ഥ, മുറ്റടിച്ചു വാരണ്ടേ അല്ലേ? വീടിന്റെ അകത്തൊന്നും പൊടിയില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് അടിമ സ്ത്രീകളും അടിമകളും സമ്മാനമായി കിട്ടിയെന്ന് പണിയുദ്ധം കഴിഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഫാത്തിമ, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങളൊന്ന് പോയി ചോദിക്കുമോ നമുക്കൊരടിമയെ തരാൻ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പോയി നബിന്റെ അടുത്തേക്ക്, വാപ്പയുടെ അടുത്തേക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെന്നപ്പോ ഫവജദത് ഇൻദഹു ഹദ്ദാഹൻ, വർത്തമാനം പറഞ്ഞ് തീരാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു. ഫാത്തിമ തിരിച്ചു പോന്നു. വർത്താനം കഴിഞ്ഞ് തീർന്നാലേ അടുത്തൊക്കെ കയറാൻ പറ്റുള്ളൂ. ഈ വർത്താനം പറഞ്ഞ് തീരാത്ത മനുഷ്യന്മാർ ശ്രദ്ധിക്കണേ, അത് വലിയൊരു വീക്ക്നെസ് ആണ്. വർത്താനൊക്കെ ചുരുക്കണം, സമയം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സമയമൊക്കെ. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് വർത്തമാനത്തോട് വർത്താനം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കുറെ നേരം കാത്തും തിരിച്ചു പോന്നു. ഇതറിഞ്ഞ നബി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അലി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, അമാലകി ഹാജ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഫസകതത്, ഫാത്തിമ ബീവി ഒന്നും പറഞ്ഞില്ല. അലി തങ്ങൾ പറഞ്ഞു, നബിയേ, ഫാത്തിമക്ക് പറയാൻ ഒരുപാടുണ്ട്, നാണം കൊണ്ട് പറയാതിരിക്കുകയാണ്. അപ്പൊ ഞാനത് പറഞ്ഞു തരട്ടെയോ നബിയേ? അവര് ആശുകല്ല് പിടിച്ച് കയ്യിൽ മുറിവാണ്, വെള്ളം ചുമന്നു കൊണ്ടുവന്നിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ഓടി നടക്കുന്ന പെൺകുട്ടി, നീ ഇതൊന്ന് കേൾക്കണേ. ഭർത്താവ് അയച്ചു തരുന്ന പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന കുടുംബിനിയെ, നീ ഇതൊന്ന് കേൾക്കണേ. വെള്ളം കൊണ്ടുവരുന്ന തോൽപാത്രം തോളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കല വീണിട്ടുണ്ട്, മുറിവ് വന്നിട്ടുണ്ട്. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് നബിയേ, അതുകൊണ്ട് അങ്ങേക്ക് ലഭിച്ച അടിമകളിൽ ഏതെങ്കിലും ഒരാളെ സഹായത്തിന് കൊടുത്താൽ ഈ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമല്ലോ. നോക്കണം, പ്രയാസം നീങ്ങാനായി വന്നത്, ആഢാരത്തിനല്ല ആർഭാടത്തിനല്ല വന്നത്, പ്രയാസം നീങ്ങാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഉമ്മമാർ കേൾക്കണം. നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണിത്. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾക്ക് അല്ലാഹു നിങ്ങൾക്ക് കൂലി തരും. എന്തേന്നറിയോ? ഇത് നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ. ഇത്തഖില്ലാഹ യാ ഫാത്തിമ, മോളെ ഫാത്തിമ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ ഫാത്തിമ.
വഅത്തി ഫരീളത റബ്ബികി, അല്ലാഹു എന്താണോ നിർബന്ധമാക്കിയത് അതൊക്കെ നിങ്ങൾ ചെയ്തു വിട്ടണം മോളെ. വഅമലി അമല അഹ്ലികി, നിങ്ങളുടെ വീട്ടുകാരുടെ ജോലികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ, വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യണേ. അമല അഹ്ലികി, ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കണേ. വഹ്മദി വഇദാ അഖൽതി മദ്ജഅകി, നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ മോളെ നിങ്ങൾ പറയണം, മോനെ അലിയെ നിങ്ങൾ പറയണം, ഫസബ്ബിഹി 33 വഹ്മദി 33, 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലയും വകബ്ബിരി 34, 34 തവണ അല്ലാഹു അക്ബറും ചൊല്ലി 100 പൂർത്തിയാക്കിയിട്ടേ മോളെ നിങ്ങൾ ഉറങ്ങാവൂ. ഫതിൽകൽ മിഅ ഫഹിയ ഖൈറുൽ ലകി മിനൽ ഖാദിമി, നിങ്ങൾ ചോദിച്ചു വന്ന വേലക്കാരനെക്കാളും വേലക്കാരിയെക്കാളും നിങ്ങൾക്ക് ഖൈറ് തസ്ബീഹ് ചൊല്ലലും അല്ലാഹു പറഞ്ഞത് ചെയ്യലും നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലെ ജോലി ചെയ്യലുമാണെന്ന് മോളോട് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടുകൊണ്ട് മകൾ പറഞ്ഞു, റളീതു അനില്ലാഹി വഅൻ റസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും എനിക്കെമ്പാടും ഇഷ്ടമാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അബൂ ദാവൂദ് റഹിമഹുമുല്ലാഹ്. അതുകൊണ്ട് പെണ്ണെ, നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾ കഴിച്ചുകൂട്ടുന്ന വീട്ടുജോലി അല്ലാഹുവിന് പൊരുത്തമാണ്. ഭർത്താവിന്റെ വീട് അത് കണ്ണൂർക്കാർക്ക് ബാധകല്ലല്ലോ ഉസ്താദേ, അല്ലേ? അതിനിപ്പോ വേറെ പറയാണ്ട്, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോകാൻ വിടൂല നിങ്ങള്. പക്ഷെ ഒരൊറ്റ ഹദീസ് പറയാൻ, അൽ മർഅതു വൽ മർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ വ വലദിഹി, നിങ്ങളുടെ ഒരു പെണ്ണ്, കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ റാഇയത്തുൻ, അവൾ ഉടമസ്ഥയാണ്, അവൾക്ക് അധികാരമുണ്ട്. അലാ അഹ്ലി ബൈതി സൗജിഹാ, തന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ പിന്നെ അർത്ഥം? വവലദിഹി, ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട്. അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ്. എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത്? ഭർത്താവിന്റെ വീട്ടിലാണ്. ഇപ്പോഴൊന്നും മാറ്റണ്ട, ഇത് സിസ്റ്റം ഞാൻ വിചാരിച്ചാൽ നടക്കൂല. ഞങ്ങൾക്ക് പറഞ്ഞുതരാണ്, മെല്ലെ മെല്ലെ എന്ത് ചെയ്യണം. അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട്, അതിന് കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ട് നിബിധങ്ങളുടെ ആ ചര്യയിലേക്ക് നമുക്ക് മെല്ലെ അങ്ങോട്ട് മാറാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളൊന്നും ഇതിന് ആമീൻ പറയൂല. ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി പെണ്ണുങ്ങളെ, അതിൽ ഖൈറുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഖൈറാക്കി തരുമാറാകട്ടെ. കാണുന്നതെന്നാ പോകുന്നതെന്നാ ഓമനം വീശുന്ന ചേരുന്നതെന്നാണ് ഹൃദയം
മുഹമ്മദെന്ന